നമസ്തേ, ഞാൻ റജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 10ാം സ്റ്റാൻഡേർഡിലെ ബീർ ബുഹുട്ടി എന്ന കഥയിലെ 1ാമത്തെ വർക്ക്ഷീറ്റ് മുതൽ 3ാമത്തെ വർക്ക്ഷീറ്റ് വരെയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് കണ്ടിരുന്നത്. തീർച്ചയായും നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വർക്ക്ഷീറ്റ് മുതൽ 8ാമത്തെ വർക്ക്ഷീറ്റ് വരെയുള്ളതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിശോധിക്കുന്നത്. 4ാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 6 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം നമ്പർ 1, ബേല और സാഹിൽ कौन सी कक्षा में पढ़ते हैं? ബേലയും സാഹിലും ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? നിങ്ങൾക്ക് ഉത്തരം അറിയാം. ബേല और സാഹിൽ 5वीं कक्षा में पढ़ते हैं. രണ്ടാമത്തെ ചോദ്യം, സാഹിൽ किसके साथ दुकान गया? ഉത്തരം, സാഹിൽ ബേല के साथ दुकान गया. സാഹിൽ ആരോടൊപ്പം കടയിൽ പോയി? സാഹിൽ ബേലയോടൊപ്പം കടയിൽ പോയി. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. പേനയിൽ ശേഷിച്ചിരുന്നതായ മഷി സാഹിൽ തറയിൽ കുടഞ്ഞു കളഞ്ഞു. ऐसा करना उचित है? ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ? अपना मत प्रकट करें. നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കുക. ഉത്തരം, ऐसा करना उचित नहीं है. അങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ല. अगर दुकान जाने के बाद वहां स्याही है यह निश्चित कर ऐसा करें तो परवाह नहीं होता. കടയിൽ എത്തിയതിന് ശേഷം അവിടെ മഷി ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. 4ാമത്തെ ചോദ്യം, സാഹിൽ और बेला कहाँ रहते हैं? സാഹിലും ബേലയും എവിടെ താമസിക്കുന്നു? ഓപ്ഷൻസ്, ദില്ലി में, മുംബൈ में, ഫുലേറ में, കേരള में. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് നന്നായി അറിയാം. ഉത്തരം ഫുലേറ में. निम्नलिखित वाक्यों में पाठ से संबंधित सही वाक्य चुनकर लिखें. ചോദ്യം 5ാമത്തേതാണ്. ഇതിൽ 4 വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇതിൽ പാഠവുമായി ബന്ധപ്പെട്ട് ശരിയായ വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക. ഇതിലെ സാഹിലും ബേലയും വെവ്വേറെ ക്ലാസ്സുകളിൽ പഠിക്കുന്നു. സാഹിൽ और बेला के बीच सच्ची दोस्ती है. സാഹിലും ബേലയും തമ്മിൽ യഥാർത്ഥ സൗഹൃദമാണ്. സാഹിൽ പേനയിൽ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് പോയി. ക്ലാസ്സിൽ 2 പേരും അടുത്തടുത്തിരിക്കുന്നു. ഈ 4 വാക്യങ്ങളിൽ ശരിയായ വാക്യങ്ങൾ, സാഹിൽ और बेला के बीच सच्ची दोस्ती है. സാഹിലും ബേലയും തമ്മിൽ യഥാർത്ഥ സൗഹൃദമുണ്ട്. ക്ലാസ് में दोनों पास पास बैठते हैं. ക്ലാസ്സിൽ 2 പേരും അടുത്തടുത്തിരിക്കുന്നു. 6ാമത്തെ ചോദ്യം, സാഹിൽ और बेला पेन में स्याही भराने के लिए दुकान गए. സാഹിലും ബേലയും പേനയിൽ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി കടയിൽ പോയി. दुकानदार साहिल और बेला के बीच होने वाली बातचीत पटकथा के रूप में तैयार करें. കടക്കാരനും സാഹിലും ബേലയും തമ്മിലുള്ള സംഭാഷണത്തെ പട്കഥയുടെ രൂപത്തിൽ തയ്യാറാക്കാം. ദൃശ്യ 2 ഉത്തരം എഴുതുന്നു. സീൻ 2, സ്ഥാൻ ഫുലേര का एक दुकान. സ്ഥലം ഫുലേരയിലെ ഒരു കട. പാത്ര സാഹിൽ ബേല और दुकानदार. കഥാപാത്രങ്ങൾ സാഹിലും ബേലയും കടക്കാരനും. സമയ സവേരെ 10 ബജെ. സമയം രാവിലെ 10 മണി. ലഘുവിവരണം കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക. സാഹിൽ और बेला देर होने के कारण डर से खड़े रहते हैं. സാഹിലും ബേലയും വൈകി പോയതിനാൽ പരിഭ്രാന്തിയോടെ നിൽക്കുന്നു. ഉൻകി പീഠ് पर बसते हैं. അവരുടെ പുറത്ത് ബാഗുകളുണ്ട്. സംവാദ് കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക. ബേല, ഭായി ഏക് പെൻ സ്യാഹി ഭർ ദോ. ഒരു പേന മഷി നിറച്ചു തരൂ. दुकानदार, बेटा स्याही की बोतल अभी अभी खाली हो गई है, कल मिलेगी. കുട്ടി, മഷിക്കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ, നാളെ ലഭിക്കും. സാഹിൽ, ബാപ്രേ ക്യാ കറൂ മേ. സാഹിൽ പറയാണ്, ദൈവമേ ഞാൻ എന്ത് ചെയ്യും? ദുക്കാൻദാർ, ക്യാ ഹൈ ബേട്ടാ തും ദോനോ കിസ് കക്ഷാ മേ പഠത്തെ ഹോ. എന്താ കുട്ടി, നിങ്ങൾ 2 പേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ബേല, 5वीं में. ബേല പറയുന്നു, 5ാം ക്ലാസ്സിൽ. इसने पेन में बची हुई स्याही को जमीन पर छिड़क दिया. ഇവൻ പേനയിൽ ശേഷിച്ചിരുന്നതായ മഷി തറയിൽ കുടഞ്ഞു കളഞ്ഞു. സാഹിൽ, ആജ് മേ കേസി സ്കൂൾ ജാവും. സാഹിൽ പറയാണ്, ഞാൻ ഇന്ന് എങ്ങനെ സ്കൂളിൽ പോകും? ദുക്കാൻദാർ, ബാദൽ കോ ദേഖർ ഘടേ കോ നഹി ढुलाना चाहिए. മേഘത്തെ കണ്ടിട്ട് കുടത്തെ ഉടച്ചു കളയരുത്. തും കലാവോ തബ് സ്യാഹി മിലേഗി. നിങ്ങൾ നാളെ വരൂ, അപ്പോൾ മഷി ലഭിക്കും.
ബേല ठीक है भाई ശരി സഹോദര. നമ്മൾ ഈ പട്കഥയുടെ ഒരു മോഡലായിരുന്നു കണ്ടത്. രണ്ടാമത്തെ മോഡൽ ഈ രീതിയിലും നമ്മൾക്ക്, അതായത് പരീക്ഷയ്ക്ക് എഴുതുന്നതായ പേജിനെ നമ്മൾ രണ്ടായി തിരിച്ചിട്ട് സ്ഥാൻ, പാത്ര, സമയ, ലേഖ വിവരൺ ഇവ ഇത്രയും ലെഫ്റ്റ് സൈഡിലും സംവാദ് അഥവാ സംഭാഷണം റൈറ്റ് സൈഡിലും നമുക്ക് എഴുതാവുന്നതാണ്. ഞാൻ വായിക്കാം, കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാം. नमूना 2 दृश्य 2 स्थान भुलेरा का एक दुकान, पात्र साहिल, बेला और दुकानदार. समय सवेरे 10 बजे. साहिल और बेला देर होने के कारण डर से खड़े रहते हैं, उनकी पीठ पर बसते हैं. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ ലെഫ്റ്റ് സൈഡിലെ ലേഖ വിവരണത്തിനും താഴെയായി വേണം നമ്മൾ റൈറ്റ് സൈഡിലെ ഡയലോഗ് കൊടുക്കാനായി. बेला भाई एक पेन स्याही भर दो. दुकानदार बेटा स्याही की बोतल अभी अभी खाली हो गई है, कल मिलेगी. साहिल बाप रे क्या करूं मैं. दुकानदार क्या है बेटा, तुम दोनों किस कक्षा में पढ़ते हो. बेला 5वीं में. इसने पेन में बची हुई स्याही को जमीन पर छिड़क दिया. साहिल आज मैं कैसे स्कूल जाऊं. दुकानदार बादल को देखकर घड़े को नहीं ढुलाना चाहिए, तुम कल आओ तब स्याही मिलेगी. बेല ठीक है भाई. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പട്കഥ തയ്യാറാക്കാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ വർക്ക്ഷീറ്റ്. ഇതിൽ ആകെ 5 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഗണിത് കെ അധ്യാപക കാ നാം ക്യാ ഹൈ. ഗണിതാധ്യാപകന്റെ പേരെന്താണ്. ഗണിത് കെ അധ്യാപക കാ നാം സുരേന്ദർ ഹൈ. നിങ്ങൾക്കറിയാം ഗണിതാധ്യാപകന്റെ കണക്ക് അധ്യാപകന്റെ പേര് സുരേന്ദർ എന്നാണ്. गणित का രണ്ടാമത്തെ ചോദ്യം ഗണിത് का पीरियड कब आता है. മാത്സ് പീരിയഡ് എപ്പോഴാണ് വരുന്നത്. ഉത്തരം ഗണിത് का पीरियड खेल खंडी के बाद आता है. കണക്ക് പീരിയഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരിയഡിന് ശേഷമാണ് വരുന്നത്. ചോദ്യം 3 സച്ചി ദോസ്തി വിഷയ पर लेख लिखें. യഥാർത്ഥ സൗഹൃദം എന്ന വിഷയത്തെ സംബന്ധിച്ച് ലേഖനം തയ്യാറാക്കാം. ലേഖനം തയ്യാറാക്കുമ്പോൾ തീർച്ചയായും ഹെഡിങ് നൽകണം. ഹെഡിങ് ഉൾപ്പെടുത്തിയാണ് നമുക്ക് മാർക്ക് ലഭിക്കുക എന്നുള്ള കാര്യം. ഹെഡിങ് ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് അത്രയും കുറയും. അതുകൊണ്ട് ഹെഡിങ് ഉൾപ്പെടുത്തി തന്നെ വേണം എഴുതാനായി. സച്ചി ദോസ്തി അഥവാ സച്ചി മിത്രത. സച്ച ദോസ്ത് ഏക് ഉത്തം അധ്യാപകെ സമാൻ ഹെ. യഥാർത്ഥ കൂട്ടുകാരൻ ഒരു ഉത്തമ അധ്യാപകന് തുല്യമാണ്. അധ്യാപക ഹമേ ജ്ഞാൻ ദേത്തെ ഹെ. അധ്യാപകർ നമുക്ക് അറിവ് നൽകുന്നു. ബുരായി സെ ഭലായിക്ക് ഓർ ലേ ജാത്തെ ഹെ. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇസ്കെ സമാൻ ഹേ സച്ചാ ദോസ്ത്. ഇതിന് തുല്യമാണ് യഥാർത്ഥ കൂട്ടുകാരൻ. സച്ചാ ദോസ്ത് സച്ചാ പഥപ്രദർശക ഭി ഹെ. യഥാർത്ഥ കൂട്ടുകാരൻ യഥാർത്ഥ വഴികാട്ടി കൂടി ആണ്. हमारी गलती पर साथ रहने वाला नहीं, गलती को सुधार करने वाला हो सच्चा दोस्त. നമ്മുടെ തെറ്റിനോടൊപ്പം സഞ്ചരിക്കുന്നവനല്ല, നമ്മുടെ തെറ്റുകളെ പരിഹരിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ഹമേ വഹ് സച്ചേ രാസ്തേ പർ ചലാത്തെ ഹെ. നമ്മളെ യഥാർത്ഥ കൂട്ടുകാരൻ നേരായ വഴികളിൽ നമ്മളെ നയിക്കുന്നു. സച്ചാ ദോസ്ത് ഹമാരെ ദുഃഖ പർ ആശ്വാസൻ ദേനെ വാലാ ഹോ. ഒരു യഥാർത്ഥ കൂട്ടുകാരൻ നമ്മുടെ ദുഃഖത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാകണം. ഹമാരി ഖുഷി പർ ഖുഷ് ഹോ. നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവനാകണം. സാത്ത് സാത്ത് പഠനമേ മേ സഹായക് ഹോ. ഒപ്പം പഠനത്തിൽ നമ്മളെ സഹായിക്കുന്നവനാകണം. ആപത്തി സെ രക്ഷാ കർനെ വാലാ ഹോ. ആപത്തിൽ നമ്മളെ രക്ഷിക്കുന്നവനാകണം. സച്ചി ദോസ്തി സെ ഹമാരാ ഭവിഷ്യ ഉജ്ജ്വൽ ബനേഗ. യഥാർത്ഥ സൗഹൃദം കൊണ്ട് നമ്മുടെ ഭാവി ഉജ്ജ്വലമാകും. നാലാമത്തെ ചോദ്യം ഇതാണ്. മാത് സാബ് या गणित के अध्यापक सुरेंद्र जी के व्यवहार से बेला बहुत दुखी है. ഗണിത അധ്യാപകൻ ആയ സുരേന്ദ്രജിയുടെ പെരുമാറ്റത്തിൽ ബേല വളരെ ദുഃഖിതയായി. ഈ സന്ദർഭത്തെ ആധാർ पर बेला की डायरी तैयार करें. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ബേലയുടെ ഡയറി തയ്യാറാക്കാം. ഇതിന്റെ ഉത്തരം പരിശോധിക്കുന്നതിന് മുൻപായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം, ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു ഡയറി തയ്യാറാക്കുമ്പോൾ ചില കുട്ടികളെങ്കിലും തെറ്റായ രീതിയിൽ കത്ത് എഴുതുമ്പോൾ ചെയ്യുന്നത് പോലെ സംബോധന എഴുതി കാണുന്നുണ്ട്. പ്രിയ ഡയറി അല്ലെങ്കിൽ മൈ ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണുന്നുണ്ട്.
ഇത് തെറ്റായ രീതിയാണ്. ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. കാരണം ഡയറി എപ്പോഴും നമ്മുടെ കൈവശം ഇരിക്കുന്ന അല്ലെങ്കിൽ ഡയറിയുടെ ഒരു പേജാണ് നമ്മൾ ഈ പരീക്ഷാ പേപ്പറിൽ എഴുതുന്നതായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഈ ഡയറിയുടെ തുടക്കത്തിൽ സംബോധനയുടെ ആവശ്യമോ അതുപോലെ തന്നെ ഡയറിയുടെ അവസാനം നമ്മുടെ പേരോ ഒപ്പോ ഒന്നും തന്നെ ആവശ്യമില്ല. മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. ഉത്തരം താരീഖ് ആജ് മേരി കക്ഷാ മേ ഏക് ഘടന ഹുയി. തീയതി ഇന്ന് എൻ്റെ ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. मेरे मात साहब सुरेंद्र जी सारे दिनों के जैसे आज भी सबकी कॉपी जांचने लगे. എൻ്റെ ഗണിതാധ്യാപകനായ സുരേന്ദ്രജി എല്ലാ ദിവസത്തെയും പോലെ ഇന്നും എല്ലാവരുടെയും കോപ്പി പരിശോധിക്കാൻ തുടങ്ങി. മേരാ ഗൃഹപാഠ് ഗലത് സമജ്കർ ഉन्होंने मेरे बाल पर पकड़ा. എൻ്റെ ഹോംവർക്ക് തെറ്റ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം എൻ്റെ തലമുടിയിൽ പിടിച്ചു. ലേക്കിൻ മേരെ ഗൃഹപാഠ് മേ കോയി ഗലത്തി നഹീ ഥി. എന്നാൽ എൻ്റെ ഹോംവർക്കിൽ യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. कुछ समय के बाद वे यह समझ लिए और मुझे छोड़ दिया. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കുകയും എന്നെ വിടുകയും ചെയ്തു. മേ ബഹുത് ഭയഭീത് ഥി. ഞാൻ വളരെ ഭയന്നിരുന്നു. മേരെ പേർ കാംബ് രഹേ ഥെ. എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഉन्होंने मेरी कॉपी को मेरे बैठने की जगह फेंकी. അദ്ദേഹം എൻ്റെ നോട്ട് ബുക്ക് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു. സുരേന്ദ്രജി മുझे पीट लेते तो भी परवाह नहीं था. സുരേന്ദ്രജി എന്നെ അടിച്ചാലും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. लेकिन साहिल के सामने होने के कारण मुझे बहुत शर्म लगा. എന്നാൽ സാഹിലിന്റെ മുൻപിൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് വല്ലാതെ ചമ്മൽ ഉണ്ടായി. മേ സാഹിൽ കെ സാമനെ സിർ ചുകാക്കർ ബൈഠ് ഗയി. ഞാൻ സാഹിലിന്റെ മുമ്പിൽ തല കുനിച്ചിരുന്നു. സാഹിൽ മേരെ ബാരെ മേ ക്യാ സോച്ചേഗാ. സാഹിൽ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും. കൽ മേ സാഹിൽ കെ സാമനെ കേസെ ബൈഠൂംഗി. നാളെ ഞാൻ സാഹിലിന് മുമ്പിൽ എങ്ങനെ ഇരിക്കും. യേ സബ് സോച്ച്കർ മേരാ സിർ ഘൂം രഹാ ഹൈ. ഇതെല്ലാം ആലോചിച്ചിട്ട് എൻ്റെ തല കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആജ് കാ ദിൻ മേ കഭീ നഹീ ഭൂലൂംഗി. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. നീന്ത് ആ രഹി ഹേ സോനെ ജാവും. ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നു, ഉറങ്ങാൻ പോകട്ടെ. ചോദ്യം 5. कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കുക. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് छुट्टियों के बाद दोस्तों के साथ. വാക്യ പിരമിഡിന് വേണ്ടി തന്നിരിക്കുന്നതായ വാക്യങ്ങൾ വ സ്കൂൾ ജാ രഹാ ഥാ വ ഖുശി സെ സ്കൂൾ ജാ രഹാ ഥാ. രണ്ട് രീതിയിൽ ഉത്തരങ്ങൾ എഴുതാം. ഒന്നാമത്തേത് സ്കൂൾ ജാ രഹാ ഥാ വ ഖുശി സെ സ്കൂൾ ജാ രഹാ ഥാ വ दोस्तों के साथ खुशी से स्कूल जा रहा था वह छुट्टियों के बाद दोस्तों के साथ स्कूल खुशी से स्कूल जा रहा था. वह छुट्टियों के बाद दोस्तों के साथ खुशी से स्कूल जा रहा था. ഇനി ഇതിന്റെ തന്നെ രണ്ടാമത്തെ രൂപം वह स्कूल जा रहा था वह खुशी से स्कूल जा रहा था वह छुट्टियों के बाद खुशी से स्कूल जा रहा था वह छुट्टियों के बाद दोस्तों के साथ खुशी से स्कूल जा रहा था. ഈ രണ്ട് വാക്യ പിരമിഡിലും മാറ്റി കൊടുത്തിരിക്കുന്നതായ വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. അവ ശ്രദ്ധിക്കുക. അടുത്തത് 6ാമത്തെ വർക്ക്ഷീറ്റാണ്. ഈ 6ാമത്തെ വർക്ക്ഷീറ്റിൽ 7 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം ബേല കെ സിർ പർ കൈസെ ചോട്ട് ലഗി. ബേലയുടെ തലയിൽ എങ്ങനെ മുറിവേറ്റു. ഉത്തരം ബേല ഛത് സെ ഗിർ ഗയി ഇസ്ലിയെ ഉസ്കെ സിർ പർ ചോട്ട് ലഗി. ബേല ടെറസിൽ നിന്ന് വീണു, അതുകൊണ്ട് തലയിൽ മുറിവേറ്റു. രണ്ടാമത്തെ ചോദ്യം സാഹിൽ और बेला खेल खंडी में कहाँ खेलने जाते हैं. സാഹിലും ബേലയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് എവിടെയാണ് കളിക്കാൻ പോകുന്നത്. उत्तरम साहिल और बेला खेल खंडी में गांधी चौक में खेलने जाते हैं. സാഹിലും ബേലയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ഗാന്ധി ചൗക്കിലാണ് കളിക്കാൻ പോകുന്നത്. ചോദ്യം 3 इस कहानी में സുൽത്താന ഡാക്കു കിസെ ബുലാത്തെ हैं. ഈ കഥയിൽ കൊള്ളക്കാരുടെ നേതാവെന്ന് ആരെയാണ് വിളിക്കുന്നത്. ഇസ് കഹാനി മേ ബേല കോ സുൽത്താന ഡാക്കു ബുലാത്തെ हैं. ഈ കഥയിലെ ബേലയാണ് സുൽത്താന ഡാക്കു അല്ലെങ്കിൽ കൊള്ളക്കാരുടെ നേതാവെന്ന് വിളിക്കുന്നത്. ചോദ്യം 4 സാഹിൽ की पिंडली पर कैसे चोट लगी. സാഹിലിന്റെ ഉപ്പൂറ്റിയിൽ എങ്ങനെ മുറിവേറ്റു. ഉത്തരം
रविवार के दिन साहिल अपने घर में स्टूल पर चढ़कर नीम के पेड़ की डाली पकड़कर झूम रहा था. ഞായറാഴ്ച ദിവസം സാഹിൽ തന്റെ വീട്ടിൽ സ്റ്റൂളിൽ കയറി നിന്ന് വേപ്പ് മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് ആടുകയായിരുന്നു. തബ് ടൂटे स्टूल की एक कील उसकी पिंडली में लगी. അപ്പോൾ പൊട്ടിയ സ്റ്റൂളിന്റെ ഒരു ആണി അവന്റെ ഉപ്പൂറ്റിയിൽ തുളഞ്ഞു കയറി. ഇസ് പ്രകാർ ഉസ്കി പിണ്ടലി पर चोट लगी. ഇങ്ങനെയാണ് അവന്റെ ഉപ്പൂറ്റിയിൽ മുറിവേറ്റത്. അഞ്ചാമത്തെ ചോദ്യം, छत से गिरकर बेला को चोट लगी. ടെറസിൽ നിന്ന് വീണ് ബേലയുടെ തലയിൽ മുറിവേറ്റു. ये देखकर साहिल को बड़ा दुख हुआ. ഇത് കണ്ടിട്ട് സാഹിലിന് വളരെ സങ്കടം തോന്നി. उस दिन साहिल ने डायरी लिखी. അന്ന് സാഹിൽ ഡയറി എഴുതി. സാഹിൽ की वह डायरी तैयार करी. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാഹിൽ എഴുതുന്ന ഡയറി തയ്യാറാക്കുക. ഉത്തരം, താരീഖ്, आज दीपावली की छुट्टियों के बाद स्कूल खुल गया. തീയതി, ഇന്ന് ദീപാവലിയുടെ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നു. मैं बहुत खुश था. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. पहले के जैसे बेला के साथ स्कूल जा सकता हूं. മുൻപത്തേതുപോലെ ബേലയോടൊപ്പം സ്കൂളിൽ പോകാൻ കഴിയുമല്ലോ. സ്കൂൾ जाने के रास्ते पर बेला से मिला. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ബേലയെ കണ്ടു. ये क्या हुआ? ഇത് എന്ത് സംഭവിച്ചു? उसे देखते मैं परेशान हुआ. അവളെ കണ്ടപ്പോൾ ഞാൻ പരിഭ്രാന്തനായി. बेला के सिर पर सफेद पट्टी बांधी है. ബേലയുടെ തലയിൽ വെളുത്ത ബാൻഡേഡ് കെട്ടിയിട്ടുണ്ട്. पूछने पर मालूम हुआ कि वह छत से गिर गई. ചോദിച്ചപ്പോൾ മനസ്സിലായി അവൾ ടെറസിൽ നിന്ന് വീണു. लेकिन बेला को कोई परवाह नहीं था. എന്നാൽ ബേലയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. पहले के जैसे गांधी चौक में लंगड़ी ठांग खेलने के लिए वो तैयार थी. മുൻപത്തേതുപോലെ തന്നെ ഗാന്ധി ചൗക്കിൽ ഒറ്റക്കാലിൽ ചാടി കളിക്കുന്നതിന് അവൾ തയ്യാറായിരുന്നു. ഈ ഒറ്റക്കാലിൽ ചാട്ടം എന്നുള്ളത് പണ്ട് കുട്ടികൾ സ്കൂളിലും വീടിന്റെ പരിസരത്തും ഒക്കെയുള്ളതായ കുട്ടികൾ ചേർന്ന് കളിക്കുന്ന ഒരു കളിയാണ് ഒറ്റക്കാലിൽ ചാടുക. ഓരോ പ്രദേശത്തും ഇതിന് വ്യത്യസ്തമായ പേര് ഉണ്ട്. ഒരു കാല് ഉയർത്തി പിടിച്ച് ഒരു കുട്ടി മറുഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരു കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ പിടിക്കുന്നതിന് വേണ്ടി ചാടി ചെല്ലുന്നതായ ഒരു പ്രത്യേക തരത്തിലുള്ളതായ കളിയാണ്. മുൻപ് ഇത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് അധികമായി കാണുന്നില്ല. ഇവിടെ ലേക്കിൻ മേ മനാ കർ ദിയ. ഞാൻ എന്നാൽ തടഞ്ഞു. ഈ ഒറ്റക്കാലിൽ ചാടി കളിക്കുന്നതിനെ തടഞ്ഞു. ബേലാനെ ജിദ് की. ബേല നിർബന്ധം പിടിച്ചു. हमने हमेशा की तरह सारे बच्चों के साथ पूरी खेलखंडी लंगड़ी ठांग खेला. ഞങ്ങൾ എന്നത്തെയും പോലെ എപ്പോഴത്തെയും പോലെ മറ്റെല്ലാ കുട്ടികളോടൊപ്പം ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് മുഴുവൻ ഒറ്റക്കാലിൽ ചാടി കളിച്ചു. हमें ऐसा लगा कि हमें देखकर गांधी जी की मूर्ति पहले से कुछ अधिक मुस्कुरा रही है. ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെ കണ്ടിട്ട് ഗാന്ധിജിയുടെ ആ പ്രതിമ മുൻപത്തേക്കാൾ അധികമായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നി. ആജ് അവിസ്മരണീയ ദിൻ ഹെ. ഇന്ന് മറക്കാനാവാത്ത ഒരു ദിവസമാണ്. അടുത്തതായി നമ്മൾ വർക്ക്ഷീറ്റിൽ കാണുന്നത് പോസ്റ്ററാണ്. പോസ്റ്റർ സാധാരണയായി രണ്ട് തരത്തിൽ കാണാറുണ്ട്. ഒന്ന് സന്ദേശാത്മക് പോസ്റ്റർ, മറ്റൊന്ന് വിവരണാത്മക് പോസ്റ്റർ. സന്ദേശാത്മക് പോസ്റ്ററിൽ മെസ്സേജസ് മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നാൽ വിവരണാത്മക് പോസ്റ്ററിൽ ഇങ്ങനെ പ്രധാനമായ 4 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന് സംഭവം, രണ്ടാമത്തേത് ഈ സംഭവം എവിടെ നടക്കുന്നു, മൂന്നാമത്തേത് ഏത് തീയതിയിൽ നടക്കുന്നു, നാലാമത്തേത് ഏത് സമയത്ത് നടക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 ഘടന സംഭവം, 2 സ്ഥലം, 3 താരീഖ് അഥവാ ദിനാങ്ക് തീയതി, 4 സമയം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, സച്ചി മിത്രത കാ സന്ദേശ് ദേത്തെ ഹുए एक പോസ്റ്റർ തയ്യാർ കरें. യഥാർത്ഥ സൗഹൃദത്തെ സംബന്ധിക്കുന്ന സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ഇതിലെ ചോദ്യം കാണുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാകും സന്ദേശാത്മക് പോസ്റ്റർ. സന്ദേശാത്മക് പോസ്റ്ററിൽ ഞാൻ ഒരു മോഡലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ വാക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു മോഡൽ തന്നിരിക്കുന്നു, നോക്കുക. സച്ചി മിത്രത സേ ഭവിഷ്യ ഉജ്ജ്വൽ ബനേഗ. യഥാർത്ഥ സൗഹൃദം കൊണ്ട് നമ്മുടെ ഭാവി ഉജ്ജ്വലമാകും. സച്ചേ മിത്ര സച്ചേ മാർഗദർശക് ഭി ഹെ.
യഥാർത്ഥ കൂട്ടുകാർ യഥാർത്ഥ വഴികാട്ടികൾ കൂടിയാണ്. സച്ചേ മിത്രോം കോ അപ്നായേം, യഥാർത്ഥ കൂട്ടുകാരെ സ്വന്തമാക്കുക. സുന്ദർ ഭവിഷ്യ ബനായേം, സുന്ദരമായ ഭാവി ഉണ്ടാക്കുക. ഇനി നമ്മൾ ഇങ്ങനെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിന് ഈ പോസ്റ്റർ തയ്യാറാക്കുന്ന ഒരു അതോറിറ്റിയുടെ പേര് നമ്മൾ നൽകണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൗഹൃദ ക്ലബ് സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. ഒരിക്കലും നമ്മളുടെ സ്കൂളിനെയോ നമ്മൾ ഏത് സ്കൂളിലാണ്, ഏത് സ്ഥലത്തുള്ള സ്കൂളാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ ഒന്നും ഒരു കാരണവശാലും പോസ്റ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരപേപ്പറിലോ ഒന്നും തന്നെ എഴുതാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൃത്യമായും സ്കൂളിന്റെ പേരും സ്ഥലപ്പേരും അല്ലെങ്കിൽ ഇവിടെ സ്ഥലവും ഒക്കെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം കൃത്യമായി എഴുതുന്ന കുട്ടിക്ക് അറിയാം എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ചെയ്താൽ മതിയാവും. ഒരിക്കലും നമ്മളെ സൂചിപ്പിക്കുന്ന നമ്മുടെ പേരോ നമ്മുടെ സ്കൂളിന്റെ പേരോ സ്ഥലമോ ഒന്നും തന്നെ കൊടുത്തുകൂടാ. ഇവിടെ കൊടുത്തിരിക്കുന്ന അതോറിറ്റിയുടെ പേര് സൗഹൃദ ക്ലബ് സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ, ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥലം. അടുത്ത ചോദ്യം സഹി മിലാൻ കരേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. സഹി മിലാൻ കരേ എന്ന ആ ചോദ്യത്തിന് ചില കുട്ടികൾ വ്യത്യസ്തമായ രീതിയിൽ എഴുതാറുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതേ രീതിയിൽ തന്നെ വേണം എഴുതാൻ, എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ ചെയ്ത് കാണാറുണ്ട്. ഒന്ന്, ചോദ്യ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം അതേപടി ആ ബോക്സിലെ അതേപടി എഴുതിയിട്ട് നമ്പർ ഇട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലേതിന് 1, 2, 3, 4 എന്ന് കൊടുക്കുക. റൈറ്റ് സൈഡിൽ ഇതിന് നേരെ വരേണ്ടത് ഉത്തരം എവിടെയാണോ കിടക്കുന്നത് അതിന്റെ നേരെ നമ്പർ, ഒന്നാമത്തേതിന്റെ ഭാഗം ഏതാണോ വരുന്നത് അവിടെ 1 എന്നും രണ്ടാമത്തേന് ബാക്കി വരുന്ന ഭാഗം ഏതാണോ അവിടെ 2 എന്നും ഒക്കെ കൊടുക്കുന്ന രീതിയുണ്ട്. അത് തെറ്റാണ്. മറ്റൊരു രീതി കാണുന്നത് ഈ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ ആരോ മാർക്ക് കൊണ്ട് യോജിപ്പിക്കുന്ന ഒരു രീതിയും കാണുന്നുണ്ട്. ഇതും തെറ്റാണ്. മൂന്നാമത് മറ്റൊരു തെറ്റായ രീതി കാണുന്നു. ഈ കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ഇതൊന്നും എഴുതാതെ തന്നെ നമ്പർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1, 2, 3, 4 എന്ന് ആൻസർ പേപ്പറിൽ എഴുതിയിട്ട് അതിന്റെ നേരെ റൈറ്റ് സൈഡിലെ ഏത് ലൈനിൽ കിടക്കുന്നതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത് നമ്പർ ഇട്ട് എഴുതുന്നു. ഇപ്പോൾ ഒന്നാമത്തേന് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്നാമത്തേതാണ് ആൻസർ വരുന്നതെങ്കിൽ 1 എന്ന് ഇട്ടിട്ട് ഒരു ഹൈഫൻ കൊടുത്ത് 3 എന്ന് കൊടുക്കുന്നു. 2 എന്ന് എഴുതിയതിനു ശേഷം അതിന്റെ നേരെ ആൻസർ നാലാമത്തെയാണ് വരുന്നതെങ്കിൽ 4 എന്ന് കൊടുക്കുന്ന ഒരു രീതി. ഇതും തെറ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ വേണം എഴുതാൻ. ലെഫ്റ്റ് സൈഡിലേത് കറക്റ്റ് ഓർഡറിൽ എഴുതുക, റൈറ്റ് സൈഡിലേത് ഓരോന്നിന്റെയും നേരെ ഏതാണോ വരേണ്ടത് അത് തന്നെ എഴുതുക. ചോദ്യം ബാരിഷ് ആനെ മേം टूटे स्टूल की एक कील आखिरी बारी वे स्कूल खुला तो. राइट साइड एक दूसरे की चीज छूकर देख रहे थे. बेला के सिर पर सफेद पट्टी बांधी थी. 1.5 महीना बाकी था. साहिल की पिंडली में लगी. उत्तर बारिश आने में 1.5 महीना बाकी था. മഴ വരാൻ ഇനി 1.5 മാസം ബാക്കി ഉണ്ടായിരുന്നു. टूटे स्टूल की एक कील साहिल की पिंडली में लगी. आखिरी बारी वे एक दूसरे की चीज छूकर देख रहे थे. അവസാനമായി അവർ പരസ്പരം അവരുടെ വസ്തുക്കൾ തൊട്ട് നോക്കുകയായിരുന്നു. സ്കൂൾ ഖുലാത്തോ ബേലാക്കി സിർ പർ സഫേദ് പട്ടി ബാന്ധി थी. സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ വെളുത്ത ബാൻഡേഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് 7ാമത്തെ വർക്ക്ഷീറ്റ്. ഇതിലാകെ 7 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം പുലേര കെ സ്കൂൾ മേ കോൺസി കക്ഷ തക് ഹേ. പുലേരയിലെ സ്കൂളിൽ ഏത് ക്ലാസ് വരെയുണ്ട്? ഉത്തരം പുലേര കെ സ്കൂൾ മേ 5वीं കക്ഷ തക് ഹേ. പുലേരയിലെ സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഉണ്ട്. ചോദ്യം 2 ബേല കോ ഛഠി കക്ഷ മേ കഹാ ഭേജ് കർ പഠായെംഗെ. ബേലയെ 6ാം ക്ലാസ്സിൽ എവിടെ അയച്ചു പഠിപ്പിക്കും? ഉത്തരം ബേല കോ ഛഠി കക്ഷ മേ രാജകീയ കന്യാ പാഠശാല മേ ഭേജ് കർ പഠായെംഗെ. ബേലയെ 6ാം ക്ലാസ്സിൽ റോയൽ ഗേൾസ് സ്കൂളിൽ അയച്ച് പഠിപ്പിക്കും. രാജകീയ കന്യാ പാഠശാല എന്നുള്ളതിന്റെ അർത്ഥം റോയൽ ഗേൾസ് സ്കൂൾ. ചോദ്യം 3 സാഹിൽ കോ കഹാ ഭേജനെ കി തയ്യാരി മേ ഹേ. സാഹിലിനെ എവിടെ അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്? ഉത്തരം സാഹിൽ കോ അജ്മീർ കെ സ്കൂൾ മേ ഭേജനെ കി തയ്യാരി മേ ഹേ. സാഹിലിനെ അജ്മീറിലെ സ്കൂളിൽ അയക്കാൻ ഉള്ള തയ്യാറെടുപ്പിൽ ആണ്. ചോദ്യം
4 उचित परसर्ग जोड़कर पूरा करें. ഉചിതമായ പരസർഗം അഥവാ വിഭക്തി അല്ലെങ്കിൽ കാരൻ ചേർത്ത് സെന്റൻസ് പൂർത്തീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കാ, കെ, കി ഇവയിൽ ഏതാണോ ചേരുന്നത് ചേർക്കുക. ചോദ്യം കേശവ് ഡാഷ് ബേട്ട അനിൽ ഹെ. ഉത്തരം ഇവിടെ ബേട്ട എന്നുള്ളത് പുല്ലിംഗമാണ്, ഏകവചനമാണ്, അതുകൊണ്ട് ബ്രാക്കറ്റിൽ നിന്ന് ചേരുന്നത് കാ. ഉത്തരം കേശവ് കാ ബേട്ട അനിൽ ഹെ. അഞ്ചാമത്തെ ചോദ്യം 5वीं कक्षा के रिजल्ट देखने के लिए साहिल और बेला के बीच की बातचीत पटकथा के रूप में तैयार करें. 5ാം ക്ലാസ്സിലെ റിസൾട്ട് നോക്കുന്നതിന് വേണ്ടി വന്നതായ സാഹിലും ബേലയും തമ്മിലുള്ള സംഭാഷണം പട്കഥയുടെ രൂപത്തിൽ മാറ്റി എഴുതുക. ഇത് പട്കഥയുടെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. दृश्य 9 स्थान स्कूल का आंगन, समय 10 बजे, पात्र साहिल और बेला. സ്ഥലം സ്കൂളിന്റെ മുറ്റം, സമയം 10 മണി, കഥാപാത്രം സാഹിലും ബേലയും. स्कूल के आंगन में बेला और साहिल खड़े होते हैं. സ്കൂളിന്റെ മുറ്റത്ത് ബേലയും സാഹിലും നിൽക്കുന്നു. दोनों स्कूल वर्दी में है. രണ്ടുപേരും സ്കൂൾ യൂണിഫോമിലാണ്. दोनों के हाथों में अपने अपने रिपोर्ट कार्ड है. രണ്ടുപേരുടെയും കൈകളിൽ അവരവരുടെ റിപ്പോർട്ട് കാർഡുകളുണ്ട്. दोनों दुखी हैं. രണ്ടുപേരും വളരെ സങ്കടത്തിലാണ്. സാഹിൽ തുമ്ഹാര റിപ്പോർട്ട് കാർഡ് ദിഖാന. സാഹിൽ പറയുന്നു നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ. ബേല ठीक है तुम भी रिपोर्ट कार्ड दिखाना. ശരി നീയും റിപ്പോർട്ട് കാർഡ് കാണിക്കൂ. अब तुम कहाँ बैठोगे? ഇനി നീ എവിടെ പഠിക്കും? സാഹിൽ मुझे अजमेर के स्कूल में भेजने का निश्चय किया है. എന്നെ അജ്മീറിലെ സ്കൂളിൽ അയക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. तुम कहाँ पढ़ोगी? നീ എവിടെ പഠിക്കും? ബേല मुझे राजकीय कन्या पाठशाला में पढ़ाएंगे. എന്നെ റോയൽ ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കും. अजमेर में तुम कहाँ रहोगे? അജ്മീറിൽ നീ എവിടെ താമസിക്കും? സാഹിൽ वहाँ हॉस्टल है. तुम्हारी आंख में आंसू क्यों आ रहे हैं बेला? അതായത് അവിടെ ഹോസ്റ്റലുണ്ട്, നിന്റെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞിരിക്കുന്നത് എന്താണ് ബേലെ? ബേല ഡബ് ഡബായി ആംഖോ സെ ഹസ്തേ ഹി. അതായത് തുളുമ്പുന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പതാ നഹി അറിയില്ല. തുമാരി ആംഖേം ഭി ലാൽ ഹോത്തി ഹെ ക്യാ? നിന്റെ കണ്ണുകളും ചുവന്നിരിക്കുന്നത് എന്താണ്? ദോനോ ദുഃഖി മനസ്സേ ആംഗൻ കി ദോനോ ഓർ ജാത്തെ. രണ്ടുപേരും ദുഃഖപൂർണമായ മനസ്സോടെ ഗ്രൗണ്ടിന്റെ ഇരുഭാഗത്തേക്കും പോകുന്നു. ഇതിലെ ആറാമത്തെ ചോദ്യം आपके स्कूल में बीर बूठी नामक कहानी को एकांगी के रूप में अवतरण करने जा रहे हैं. നിങ്ങളുടെ സ്കൂളിൽ ബീർ ബൂട്ടി എന്ന കഥയെ നാടക രൂപത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നു. इसके लिए एक पोस्टर तैयार करें. അതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ഈ പോസ്റ്റർ രണ്ട് തരത്തിൽ നമുക്ക് തയ്യാറാക്കാം. അതിൽ ഒന്നാമത്തെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. സച്ചേ മിത്ര അൻമോൾ സമ്പത്തി. യഥാർത്ഥ കൂട്ടുകാരൻ അമൂല്യമായ സമ്പത്താണ്. 10वीं कक्षा के छात्रों की ओर से बीर बूठी कहानी का ഏകാംഗീകരണം. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ബീർ ബൂട്ടി എന്ന കഥയുടെ ഏകാംഗീകരണം. സ്കൂൾ സഭാഗൃഹമേ സബ്കാ സ്വാഗത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. ഓഡിറ്റോറിയം എന്നുള്ളതിന് ഹിന്ദി വാക്കാണ് സഭാഗൃഹ്. അപ്പോൾ ഇംഗ്ലീഷ് വേർഡ് കഴിയുന്നതും പോസ്റ്ററിൽ ഉൾപ്പെടുത്താതിരിക്കുക. അതിന് പകരം ഓഡിറ്റോറിയം എന്നുള്ള വാക്കിന് സഭാഗൃഹ് എന്ന് തന്നെ എഴുതുക. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സബ്കാ സ്വാഗത്. സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. അടുത്തത് സമയവും തീയതിയും നമ്മൾ കൊടുക്കുന്നു. 20 ജൂലൈ 2021 സവേരെ 10 ബജെ. ഈ ബജെ ചില കുട്ടികൾ 10 AM എന്നൊക്കെ എഴുതി കാണുന്നുണ്ട്. അങ്ങനെ എഴുതരുത്, പകരം ബജെ എന്നുള്ള വാക്കാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ രണ്ടാമത്തെ മോഡൽ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ എഴുതുന്നു മാത്രമേ ഉള്ളൂ. സച്ചി മിത്രത അൻമോൾ സമ്പത്തി ഹേ. सच्ची मित्रता की कहानी बीर बूठी एकांगी के रूप में. एकांगीकरण 10वीं कक्षा के छात्र. स्थान स्कूल सभागृह. तारीख 10 जुलाई 2021. समय सवेरे 10 बजे. सबका स्वागत. सरकारी हाई स्कूल സ്ഥാൻ. ഏഴാമത്തെ ചോദ്യം
बेला की चरित्रगत विशेषताएं तैयार करें. ബേലയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക, സ്വഭാവ വിശേഷതകൾ തയ്യാറാക്കുക. ഹെഡിങ് തീർച്ചയായും നൽകേണ്ടതുണ്ട്. हेडिंग बेला की चरित्रगत विशेषताएं, बेलയുടെ സ്വഭാവ വിശേഷതകൾ. ബേല ബീർ ബഹുട്ടി നാമക കഹാനി का मुख्य पात्र है. ബേല ബീർ ബഹുട്ടി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്. ബേല സദാ സാഹിൽ की दोस्ती चाहती है. ബേല എപ്പോഴും സാഹിലിന്റെ സൗഹൃദം ഇഷ്ടപ്പെടുന്നു. സാഹിൽ से कभी भी छूटने के लिए नहीं चाहती. സാഹിലിൽ നിന്ന് അകന്നു പോകാൻ ഒരിക്കലും ബേല ആഗ്രഹിക്കുന്നില്ല. जहाँ जाती है वह साहिल के साथ जाना चाहती है. എവിടെ പോയാലും സാഹിലിനോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു. സാഹിൽ जो पढ़ता है वही बेला भी पढ़ती है. സാഹിൽ എന്ത് പഠിച്ചാലും അത് തന്നെ ബേലയും പഠിക്കുന്നു. सुरेंद्र जी बेला के बाल पकड़कर खींचते समय बेला को साहिल के सामने शर्म महसूस होता है. സുരേന്ദ്ര ജി ബേലയുടെ തലമുടിയിൽ പിടിച്ച് വലിക്കുന്ന സമയം ബേലയ്ക്ക് സാഹിലിന്റെ മുൻപിൽ വളരെ ചമ്മൽ അനുഭവപ്പെടുന്നു. सिर पर सफेद पट्टी बांधकर आते समय भी दर्द सहकर साहिल के साथ खेलना चाहते हैं. തലയിൽ വെളുത്ത ബാൻഡേഡ് കെട്ടി വരുന്ന സമയത്ത് പോലും വേദന സഹിച്ച് സാഹിലിനോടൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്നു. साहिल की पिंडली में कील लगकर जख्म होने पर बेला अधिक दुखी होती है. സാഹിലിന്റെ ഉപ്പൂറ്റിയിൽ ആണി കൊണ്ട് മുറിവേറ്റപ്പോൾ ബേല കൂടുതൽ സങ്കടപ്പെടുന്നു. 5वीं कक्षा से 6वीं कक्षा में जाते समय दोनों अलग अलग होने पर भी वह दुखी होती है. 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് കടക്കുന്നതായ സമയം രണ്ടുപേരും വ്യത്യസ്ത സ്കൂളുകളിലേക്ക് പോകുമ്പോൾ വളരെയധികം ദുഃഖിക്കുന്നു. അടുത്തത് ഈ ബീർ ബഹുട്ടി എന്ന കഥയുമായി ബന്ധപ്പെട്ടുള്ള അവസാനത്തെ വർക്ക്ഷീറ്റാണ്, 8ാമത്തെ വർക്ക്ഷീറ്റ്. ഇതിൽ 7 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, आपके स्कूल में सच्ची मित्रता विषय पर संगोष्ठी चलाने की तैयारी में. നിങ്ങളുടെ സ്കൂളിലെ യഥാർത്ഥ സൗഹൃദം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ പോകുന്നു. इसके लिए एक പോസ്റ്റർ തയ്യാർ കरें. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഒന്നാമത്തെ മോഡൽ, സच्चे മിത്ര അൻമോൽ സമ്പത്തി है. യഥാർത്ഥ കൂട്ടുകാരൻ അമൂല്യമായ സ്വത്താണ്. 10वीं कक्षा के छात्रों की ओर से संगोष्ठी. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്നതായ സെമിനാർ സച്ചി മിത്രത, യഥാർത്ഥ സൗഹൃദം. സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. 20 जुलाई 2021 സവേരെ 10 बजे. രണ്ടാമത്തെ മോഡൽ, सच्ची मित्रता अनमोल संपत्ति है. 10वीं कक्षा के छात्रों की ओर से सच्ची मित्रता विषय पर संगोष्ठी. स्थान स्कूल सभागृह. तारीख 10 जुलाई 2021. समय सवेरे 10 बजे. सबका स्वागत. सरकारी हाई स्कूल स्थान. രണ്ടാമത്തെ ചോദ്യം, 5वीं कक्षा के रिजल्ट देखने के लिए आए साहिल और बेला के बीच की बातचीत संकल्प करके लिखें. 5ാം ക്ലാസിന്റെ റിസൾട്ട് നോക്കുന്നതിന് വേണ്ടി വന്നതായ സാഹിലും ബേലയും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. ഉത്തരം, സാഹിൽ, ബേല, ഈ സ്കൂൾ മേ ഹമാരെ അന്തിം ദിൻ ഹെ. ബേലെ, ഈ സ്കൂളിലെ നമ്മുടെ അവസാനത്തെ ദിവസമാണ്. ബേല, ഹാ സാഹിൽ, അതെ സാഹിൽ. സാഹിൽ, അബ് തും കഹാ പഠോഗി, ഇനി നീ എവിടെ പഠിക്കും? ബേല, मेरे पापा कह रहे थे कि मुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. എന്റെ പപ്പ പറഞ്ഞത് എന്നെ റോയൽ ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുമെന്നാണ്. നീയോ? സാഹിൽ, മുझे അജ്മീർ के स्कूल में भेजने का निश्चय किया है. എന്നെ അജ്മീറിലെ സ്കൂളിൽ അയക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. ബേല, വഹാ തും കഹാ രഹോഗേ, അവിടെ നീ എവിടെ താമസിക്കും? സാഹിൽ, വഹാ ഹോസ്റ്റൽ ഹെ, അവിടെ ഹോസ്റ്റലുണ്ട്. ബേല, തുമേ ഇത്നേ ദൂർ ക്യോ ഭേജത്തെ ഹെ, നിന്നെ ഇത്രയും ദൂരം എന്തിനാണ് അയക്കുന്നത്? സാഹിൽ, പത്താ നഹി, അറിയില്ല. ബേല, अब तुम फुलेरा में कहीं रहोगे, നീ ഇനി ഫുലേരയിൽ കാണില്ലേ? സാഹിൽ, नहीं, तुम्हारा रिपोर्ट कार्ड दिखाना. ഇല്ല, നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ. ബേല, ठीक है, तुम भी रिपोर्ट कार्ड दिखाना. ശരി, നീ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ. മൂന്നാമത്തെ ചോദ്യം, സാഹിൽ की ചരിത്രഗത വിശേഷതാएं तैयार करें. സാഹിലിന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഹെഡിംഗ്, സാഹിൽ की ചരിത്രഗത വിശേഷതാएं. സാഹിൽ ബീർ ബഹുട്ടി നാമക കഹാനി का मुख्य पात्र है. സാഹിൽ ബീർ ബഹുട്ടി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്. സാഹിൽ സദാ ബേല की दोस्ती चाहता है. സാഹിൽ
എപ്പോഴും ബേലയുടെ സൗഹൃദം ആഗ്രഹിക്കുന്നു. ബേല സെ കഭി ബിछुड़ने के लिए नहीं चाहता है. ബേലയിൽ നിന്ന് അകന്നു പോകാൻ ഒരിക്കലും സാഹിൽ ആഗ്രഹിക്കുന്നില്ല. വ ബേല के साथ बैठकर बीर बूटियों को खोजता है. അവൻ ബേലയോടൊപ്പം ഇരുന്ന് ബീർ ബൂട്ടികളെ അന്വേഷിക്കുന്നു. ജഹാ ജാता है वो बेला के साथ जाना चाहता है. എവിടെ പോയാലും ബേലയോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു. सुरेंद्र जी बेला के बाल पकड़कर खींचते समय साहिल बहुत दुखी होता है. സുരേന്ദ്ര ജി ബേലയുടെ തലമുടിയിൽ പിടിച്ചു വലിക്കുമ്പോൾ സാഹിൽ വളരെയധികം ദുഃഖിക്കുന്നു. दीपावली की छुट्टियों के बाद बेला स्कूल आते समय सिर पर सफेद पट्टी बांधी देखकर वह बहुत परेशान होता है. ദീപാവലിയുടെ അവധി കഴിഞ്ഞ് ബേല സ്കൂളിൽ എത്തിയപ്പോൾ തലയിൽ വെളുത്ത ബാൻഡേഡ് കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് സാഹിൽ വളരെ പരിഭ്രാന്തനാകുന്നു. 5वीं कक्षा से 6ठी कक्षा में दोनों अलग अलग स्कूल जाने पर भी बहुत दुखी होता है. 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും വ്യത്യസ്ത സ്കൂളുകളിലേക്ക് പോകുന്നതായ ആ സമയം സാഹിൽ വളരെയധികം ദുഃഖിക്കുന്നു. ചോദ്യം 4. मान ले बेला अब राजकीय कन्या पाठशाला में पढ़ती है. ബേല ഇപ്പോൾ റോയൽ ഗേൾസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. വഹാ സേ സാഹിൽ കെ നാം ബേല കാ പത്ര തയ്യാർ കരി. അവിടെ നിന്ന് സാഹിലിന്റെ പേരിൽ ബേല എഴുതുന്നതായ കത്ത് സങ്കല്പിച്ച് എഴുതുക. സ്ഥാൻ താരീഖ് സ്ഥലം തീയതി. പ്രിയ സാഹിൽ തും കേസേ ഹോ ഖുഷി സേ ഹോ. പ്രിയപ്പെട്ട സാഹിൽ നിനക്ക് സുഖമാണോ സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. സ്കൂൾ കി പഠായി കേസി ഹേ. സ്കൂളിലെ പഠിത്തമൊക്കെ എങ്ങനെ. നയ ദോസ്തോ കോ മില. പുതിയ കൂട്ടുകാരെ കിട്ടിയോ. ഹം ഇസ് പ്രകാർ അലഗ് ഹോനെ സേ 2 മഹീനെ ഹുए. ഇങ്ങനെ നമ്മൾ അകന്ന് കഴിഞ്ഞിട്ട് 2 മാസങ്ങളായി. മുझे അനേക് നയി സഹേലിയാ ഹേ. എനിക്കിവിടെ അനേകം പുതിയ കൂട്ടുകാരികളുണ്ട്. ലേക്കിൻ തുമാരെ ജൈസെ കോയി നഹീ ഹേ. എന്നാൽ നിന്നെ പോലെ ആരുമില്ല. തും സദാ മേരെ സച്ചേ മിത്ര ഹോ. നീ എപ്പോഴും എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. മേ സദാ തുമാരി യാദ് കർത്തി ഹും. ഞാൻ എപ്പോഴും നിന്നെ കുറിച്ച് ഓർക്കുന്നു. തും മേരെ സാത്ത് ന ഹോനെ കെ കാരൺ ബഡാ ദുഃഖ് ഹേ. നീ എൻ്റെ ഒപ്പം ഇല്ലാത്തതിനാൽ ഞാൻ വളരെ ദുഃഖത്തിലാണ്. പരീക്ഷയ്ക്ക് ബാദ് ഭി ഛുട്ടിയോ മേ ഹം ഫിർ മിലേംഗെ. പരീക്ഷയ്ക്ക് ശേഷം ഉള്ളതായ അവധിക്ക് നമ്മൾ വീണ്ടും കാണും. ഏസ വിശ്വാസി അങ്ങനെ വിശ്വസിക്കുന്നു. തും കഭി കഭി മുझे പത്ര ലിഖോ. എനിക്ക് ഇടയ്ക്കൊക്കെ കത്തെഴുതൂ. യഹ് മുझे बहुत ആശ്വാസൻ കാ കാര്യം ഹോഗ. ഇതെനിക്ക് വളരെ ആശ്വാസത്തിന് കാരണം ആയിത്തീരും. തുമാരെ പിതാജി ഓർ മാതാജി കോ മേരാ നമസ്കാർ. നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. ഛോട്ടെ ഭായി കോ മേരാ പ്യാർ. ഇളയ സഹോദരന് എൻ്റെ സ്നേഹ അന്വേഷണം. തുമാരെ ജവാബ് കി പ്രതീക്ഷാ മേ തുമാരി സഹേലി ഹസ്താക്ഷർ ബേല. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരി സിഗ്നേച്ചർ ബേല. സേവാമേ നാം പത്ത. ഇത് നിർബന്ധമായും കൊടുക്കണം. അതുപോലെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതായ പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾ എഴുതുന്ന കത്താണെങ്കിൽ കൃത്യമായി അവിടെ കഥാപാത്രത്തിന്റെ പേര് കൊടുക്കണം. അല്ലാതെ നമ്മൾ സ്വയം കത്തെഴുതുന്ന രീതി വരുമ്പോഴാണ് അവിടെ നാം എന്ന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം 5. കോഷ്ടക് സേ ഉചിത് ശബ്ദ സഹി സ്ഥാൻ പർ രഖ്കർ പിരമിഡ് കി പൂർത്തി കരെ. ബ്രാക്കറ്റ് എന്നുള്ളതായ വാക്കുകൾ എടുത്ത് പിരമിഡ് പൂർത്തീകരിക്കുക. സാഹിൽ ദേഖ് രഹാ ഥാ. സാഹിൽ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. ഒന്നാമത്തെ മോഡൽ സാഹിൽ ദേഖ് രഹാ ഥാ. സാഹിൽ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. സാഹിൽ ദുഃഖ് സേ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. ഓരോ സെന്റൻസിലും പുതിയതായി കൂട്ടിച്ചേർത്തിരിക്കുന്ന വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. ഇതിന്റെ രണ്ടാമത്തെ രൂപം സാഹിൽ ദേഖ് രഹാ ഥാ. സാഹിൽ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. സാഹിൽ ദുഃഖ് സേ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. സാഹിൽ ദുഃഖ് സേ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. ചോദ്യം 6ാമത്തെ ചോദ്യം നമ്മൾ പത്രവാർത്തയാണ്. ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഹിന്ദിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ സമാചാർ അഥവാ റപ്പട്ട് എന്നായിരിക്കും വരുന്നത്. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ആദ്യമായി ശീർഷക് അഥവാ തലക്കെട്ട് കൊടുക്കണം. രണ്ടാമത് ഏത് സ്ഥലത്ത് നടക്കുന്നു എന്നുള്ള കാര്യം സ്ഥാൻ എന്ന് കൊടുത്തതിന് ശേഷം വേണം ഘട്ന കാ സംക്ഷിപ്ത വിവരണം, സംഭവത്തെ സംബന്ധിക്കുന്ന ലഘുവായ വിവരണം നൽകേണ്ടത്. ചോദ്യം ഫുലേര മേ ഉच्च शिक्षा के लिए आवश्यक सुविधाएं नहीं है. ഫുലേരയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ല.
इस विषय के आधार पर समाचार तैयार करें. ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ന്യൂസ് തയ്യാറാക്കുക. ഹെഡിംഗ് ഫുലേര में उच्च शिक्षा के लिए सुविधाएं नहीं है. ഫുലേരയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യങ്ങളില്ല. സ്ഥലപ്പേര് കൊടുത്തിരിക്കുന്നു ഫുലേര ഗാവ്. ഇനി സ്ഥലപ്പേര് കൃത്യമായി അറിയില്ല എങ്കിൽ അവിടെ സ്ഥാൻ എന്ന് കൊടുത്താൽ മതിയാകും. ഫുലേര ഗാവ് में उच्च शिक्षा के लिए सुविधाएं नहीं है. ഫുലേര ഗ്രാമത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള സൗകര്യങ്ങളില്ല. यहाँ सिर्फ एक प्राइमरी स्कूल है. ഇവിടെ കേവലം ഒരു പ്രൈമറി സ്കൂൾ മാത്രമാണുള്ളത്. वहाँ 5वीं तक है. അവിടെ 5ാം ക്ലാസ് വരെ ഉണ്ട്. उच्च शिक्षा के लिए यहाँ के लोगों को दूसरे स्थानों पर जाना पड़ता है. ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇവിടുത്തെ ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. यहाँ से दूसरे स्थान जाने के लिए गाड़ियों की सुविधाएं भी नहीं है. ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി വാഹന സൗകര്യങ്ങളും ഇല്ല. ഫുലേര के अधिक लोग किसान हैं. ഫുലേരയിലെ അധികം ആളുകളും കർഷകരാണ്. उनको अपने बच्चों को दूर भेजकर पढ़ाने की संपत्ति भी नहीं है. അവർക്ക് അവരുടെ മക്കളെ ദൂരേക്ക് പറഞ്ഞയച്ച് പഠിപ്പിക്കുന്നതിനുള്ള സ്വത്വം ഇല്ല. यह बात शासकों को समझाए तो भी उनकी ओर से कोई कार्यवाही नहीं हुई है. ഈ കാര്യം ഭരണകർത്താക്കളെ മനസ്സിലാക്കിച്ചിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. अब फुलेरा के लोग मुख्यमंत्री और शिक्षा मंत्री को निवेदन करने जा रहे हैं. ഇപ്പോൾ ഫുലേരയിലെ ആളുകൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും നിവേദനം കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. लोगों का विश्वास है कि इस निवेदन से शासक लोग आवश्यक कार्यवाही लेंगे. ആളുകളുടെ വിശ്വാസം ഇതാണ്, ഈ നിവേദനം കൊണ്ട് ഭരണകർത്താക്കൾ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ്. जरूर यहाँ उच्च शिक्षा की आवश्यक सुविधाएं होनी चाहिए. തീർച്ചയായും ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടതായ സൗകര്യങ്ങൾ ഉണ്ടാവണം. വാർത്ത നമ്മൾ ആൻസർ തയ്യാറാക്കുമ്പോൾ അത് ബോക്സിൽ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, प्रभात की वीर बुहटी नामक कहानी पढ़ने के बाद आपने अपने मित्र के नाम पत्र लिखा. वह पत्र तैयार करें. പ്രഭാത് എഴുതിയതായ വീർ ബുഹട്ടി എന്ന കഥ വായിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് കത്തെഴുതുന്നു. ആ കത്ത് സങ്കല്പിച്ചെഴുതുക. ഉത്തരം സ്ഥാൻ താരീഖ്, സ്ഥലം, തീയതി. പ്രിയ മിത്ര, തും कैसे हो? खुशी से हो ना? പഠായി कैसे चल रही है? നിനക്ക് സുഖമാണോ? സന്തോഷമായിരിക്കുന്നുവല്ലോ. പഠായി कैसे चल रही है? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? मुझे हिंदी अध्यापक जी ने वीर बुहटी नामक कहानी पढ़ाई. എന്നെ ഹിന്ദി അധ്യാപകൻ वीर बुहटी എന്ന കഥ പഠിപ്പിച്ചു. 5वीं कक्षा के 2 छात्रों की सच्ची मित्रता की कहानी. ആ കഥ 5ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികൾ തമ്മിലുള്ളതായ യഥാർത്ഥ സൗഹൃദത്തിന്റെ കഥയാണ്. यह एक मर्मस्पर्शी कहानी है. ഇതൊരു ഹൃദയസ്പർശിയായ കഥയാണ്. इस कहानी के पात्र साहिल और बेला के जैसे हम दोनों सच्चे मित्र हैं. ഈ കഥയിലെ കഥാപാത്രങ്ങൾ സാഹിലിനെയും ബേലയെയും പോലെ നമ്മൾ രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഈ കഹാനി തുമേ പഠനെ के लिए दूंगा. ഈ കഥ നിനക്ക് വായിക്കാനായിട്ട് ഞാൻ തരാം. तुम्हारे पिताजी और माताजी को मेरा प्रणाम. നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. छोटी बहन को मेरा प्यार. ഇളയ സഹോദരിക്ക് എൻ്റെ സ്നേഹാന്വേഷണം. ജവാബ് की प्रतीक्षा में तुम्हारा दोस्त हस्ताक्षर नाम. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ. സിഗ്നേച്ചർ നാം. സേവാമേ നാം പത്ത. ഇത്രയും കാര്യങ്ങൾ എഴുതുക. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള 5 വർക്ക്ഷീറ്റുകളും അതിൻ്റെ ഉത്തരങ്ങളും കണ്ടു കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. 2 വീഡിയോകളിലും തന്നിരിക്കുന്നതായ കാര്യങ്ങളെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകർ തരുന്നതായ കാര്യങ്ങളും ഉൾപ്പെടുത്തി തീർച്ചയായും നന്നായി പഠിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടുവാനിടയാകും. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ളതായ പാഠങ്ങളുടെ എല്ലാം ഇതുപോലുള്ള വർക്ക്ഷീറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടി നൽകുന്നതായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.